ഹലോ പ്രിയപ്പെട്ടവരെ, എനിക്കിന്ന് നിങ്ങളോട് പറയാൻ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. നോക്കിയേ, ഞാനും വാങ്ങിയ ഒരു പോക്കറ്റ് ഭരണഘടന. നിങ്ങൾ കണ്ടാ? എന്താ ഇത് കാണുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ള അതേ ഭരണഘടന ഞാനും വാങ്ങിയ ഒരു കോപ്പി. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇതുപോലൊരു താരപദവി എന്തെങ്കിലും ഉണ്ടാകും? നല്ല ഭംഗിയുള്ള കോപ്പി. അത് സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ഗോൾഡൻ ഇതുണ്ട്. ഭയങ്കര നല്ലത്, ഒട്ടും വെയിറ്റ് ഇല്ല, ഭയങ്കര നല്ലതാണിത്. എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ നമ്മളെല്ലാവരും ഭരണഘടന കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു കാലം ഉണ്ടാകുന്നു? മനുസ്മൃതിയുമായി അവരിറങ്ങിയപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഇതേ വഴിയുണ്ടായിരുന്നുള്ളൂ. എല്ലാ ഇന്ത്യക്കാരും ഇങ്ങനെ ഒന്ന് വാങ്ങിയിട്ട് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടും. നരേന്ദ്രമോദിയും കൂട്ടരും ഓടിയ വഴിയിൽ പിന്നെ പുല്ല് പോലും മുളയ്ക്കാൻ പോകുന്നില്ല എന്നതാണ് ഇതിന്റെ ശക്തി. ഇത് ഭയങ്കര ശക്തിയുള്ള സാധനമാണ്. ജയ് സംവിധാൻ. 18ാം ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ജൂൺ 24 മുതൽ ജൂലൈ 2 വരെയുള്ള കാലഘട്ടത്തിലാണ് 2024. അതിൽ കേരളത്തിൽ നിന്ന് പോയ നമ്മുടെ MP-മാരുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നൊന്ന് പരിശോധിക്കേണ്ടത്. നമ്മൾ ഇത്രയും കാലം അങ്ങനെ ഒന്ന് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്തിട്ടില്ല. 2 തരത്തിലാണ് MP-മാരുടെ പ്രകടനത്തെ ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒന്ന്, സഭയിൽ നടത്തിയ ഇടപെടലുകളും പ്രസംഗങ്ങളും ഒക്കെ. 2, അവരുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ. കാരണം എല്ലാവർക്കും സഭയിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച ആളാവാനൊന്നും പറ്റില്ല. പക്ഷെ അവർ സോഷ്യൽ മീഡിയയുടെ എങ്ങനെയാണ് ആനുകാലിക രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത്, ദേശീയ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നതെന്ന്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ MP-മാരെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ, ആരൊക്കെ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്, ആരൊക്കെയാണ് മികച്ചവർ എന്നതൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ടിടണം. കാരണം ആരോഗ്യകരമായ ഒരു ചർച്ച ഇതിൽ നടക്കേണ്ടതുണ്ട്. വീഡിയോ കാണുന്നവർക്ക് കമന്റ് വായിച്ചുകൊണ്ട് വീഡിയോ കാണാം. അപ്പൊ ചർച്ചകളൊക്കെ നടക്കട്ടെ, നമ്മുടെ MP-മാരൊക്കെ വളരെ മികച്ചവരായി മാറട്ടെ, ഇനിയും മെച്ചപ്പെടട്ടെ, നമ്മുടെ നാട് രക്ഷപ്പെടട്ടെ. സഭയിൽ എല്ലായ്പ്പോഴും എല്ലാ MP-മാരും ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയല്ല ചെയ്യുക. രാഹുൽ ഗാന്ധി 1.5 മണിക്കൂർ സംസാരിക്കുമ്പോൾ അദ്ദേഹമാണ് കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്ത് പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് അത്രയേറെ സമയം കിട്ടാൻ വേണ്ടി ഇത്രയേറെ കോൺഗ്രസ് MP-മാർ സഭയിലുള്ളത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്നുണ്ട്. കൂടുതൽ MP-മാരുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംസാരിക്കാൻ വേണ്ടി കൂടുതൽ സമയം കിട്ടും. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്നും എത്ര പേര് ജയിച്ചു പോയാലും അവിടെ പോയിട്ട് ഒന്നും മിണ്ടാതെ കുറച്ചു പേര് ഇരിക്കുകയാണെങ്കിൽ പോലും ആ സമയമെടുത്ത് രാഹുൽ ഗാന്ധിക്കോ KC വേണുഗോപാലിനോ ശശി തരൂരിനോ ചിദംബരത്തിനോ ആർക്കെങ്കിലും ഒക്കെ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ സംസാരിക്കാം. ആ സമയം ഉപയോഗിക്കാം. നന്നായി സംസാരിക്കാൻ കഴിയുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കാൻ പറ്റും. തൃണമൂലിന് കുറെ MP-മാരുള്ളത് കൊണ്ടാണ് മഹുവ മൊയ്ത്രയ്ക്ക് ഇഷ്ടംപോലെ സമയം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. എന്നാൽ ചെറു പാർട്ടികൾക്ക് ഇത്തരം രാജകീയ സൗകര്യങ്ങളില്ല. അവർക്ക് അവരുടെ ശബ്ദം കൃത്യമായി പ്രതിഫലിപ്പിച്ചില്ലെങ്കിൽ, അവരവർ തന്നെ പ്രതിഫലിപ്പിച്ചില്ലെങ്കിൽ അത് പുറത്തു വരില്ല. അവർ മോശപ്പെട്ട MP-മാരായി പേരെടുക്കുകയും ചെയ്യും. രാജ്യസഭയിൽ 5 അംഗങ്ങളുണ്ടെങ്കിലേ ഒരു പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടിയായി ആ പാർട്ടിയെ അംഗീകരിക്കുന്നുള്ളൂ. 5 അംഗങ്ങൾ വേണം. CPIM-ന് എളമരം കരീം കൂടി MP ആയി ഉണ്ടായിരുന്നപ്പോൾ 5 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ CPIM-നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് രാജ്യസഭയിൽ കണക്കാക്കിയിരുന്നത്. അതിനാൽ അതുവഴി കിട്ടുന്ന കൂടുതൽ സമയം ഉപയോഗിച്ചാണ് ജോൺ ബ്രിട്ടാസ് സഭയിൽ തീപ്പൊരി പ്രസംഗങ്ങൾ പലപ്പോഴും നടത്തിയിരുന്നു. അതൊക്കെ വൈറലാണ്. എന്നാൽ അടുത്ത സഭാ സമ്മേളനം മുതൽ വലിയൊരു ട്രാജഡി നമുക്കുണ്ട്. CPIM-ന് രാജ്യസഭയിൽ ഇപ്പൊ 5 അംഗങ്ങളില്ല. അതിനാൽ രാജ്യസഭയിൽ ഇനി മുതൽ CPIM-നെ അതേഴ്സ് എന്ന കാറ്റഗറിയിലാണ് പരിഗണിക്കുക. രാഷ്ട്രീയ പാർട്ടിയായിട്ട് പരിഗണിക്കാത്തതുകൊണ്ട് സമയം കുറയും. സംസാരിക്കാൻ കിട്ടുന്ന വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും. അതേഴ്സ് എല്ലാവർക്കും കിട്ടുന്ന പോലെ കുഞ്ഞു സമയമാണ് രാജ്യസഭയിൽ ഇനി ജോൺ ബ്രിട്ടാസിനും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ജോൺ ബ്രിട്ടാസിന്റെ തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ ഇനി വളരെ നീളം കുറഞ്ഞ ചെറിയ പ്രസംഗങ്ങളായി മാറും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് CPIM ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റൊക്കെ ദാനം ചെയ്തതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ വലിയ നിരാശ തോന്നുന്നുണ്ട്. കാരണം ഒരംഗം കൂടെ ആ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് എത്ര നന്നായിട്ട് രാഷ്ട്രീയം പറയാൻ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ തീരുമാനങ്ങൾ, പൊളിറ്റിക്കൽ ഡിസിഷൻസ് വരുന്നതെന്ന് എനിക്കറിയില്ല. ജോൺ ബ്രിട്ടാസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രസംഗങ്ങൾ നമ്മൾ മുഴുവനായും വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രത്യേക വീഡിയോ ആയി തന്നെ ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ 2 എണ്ണം ചെയ്തു, ജോൺ ബ്രിട്ടാസിന്റെ 1 ചെയ്തു. അതിനാൽ ഇവരുടെ 2 പേരുടെയും പ്രസംഗങ്ങൾ നമ്മളിവിടെ മുഴുവനായിട്ട് ഇടുന്നില്ല. ഇവർ തന്നെയാണ് മികച്ച പ്രാസംഗികർ എന്ന കാര്യത്തിൽ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസും ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കവും ഉണ്ടാകാനിടയില്ല. राम भगवान की जन्मभूमि ने बीजेपी को मैसेज दिया. सर नमस्कार. You brought all the exams to Delhi and gave to your RSS Prajaraks. Now every exams, sir. This will be deleted. Yes. Expunge kar lijiye sir. Dr. John Brittas. Sir, RSS is not unparliamentary work. Is it? E.T. മുഹമ്മദ് ബഷീർ സാഹിബിന്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അവസരം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം സഭയിൽ രാഷ്ട്രീയം പറയാൻ ശ്രമിക്കാറുണ്ട്.
ഇത്തവണയും അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. BJPക്ക് എന്തെല്ലാം ദിവാസ്വപ്നങ്ങളായിരുന്നു. ഭരണഘടന മാറ്റി എഴുതണം, ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം, CAA പുനരാവിഷ്കരിക്കണം, ന്യൂനപക്ഷ അവകാശങ്ങൾ മുഴുവൻ പൊളിച്ചെഴുതണം, ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കണം, ഈ നാടിനെ RSS പ്രത്യയശാസ്ത്രത്തിന്റെ വളർത്തുഭൂമിയാക്കണം, അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം ഈ മണ്ണിൽ തകർന്നടിഞ്ഞു, ജനം തകർത്തെറിഞ്ഞു, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്കിൽ E.T. മുഹമ്മദ് ബഷീർ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തെ ഷെയർ ചെയ്തിരിക്കുന്നത്. Sir, Faizabad is a classic example. To think loudly. That was the place where Babri Masjid was demolished. In that great place, they have voted against BJP. What is the message? They don't like it. Even Hindu brothers, they were also decked against the ministry. അദ്ദേഹം പറയുന്നു, ഫൈസാബാദ് ഒരു ക്ലാസിക്കൽ ഉദാഹരണമാണ്. ഇവിടെയാണ് ബാബറി മസ്ജിദ് തകർത്തത്. ആ മഹത്തായ സ്ഥലത്തെ ജനങ്ങൾ BJPക്കെതിരെയാണ് വോട്ട് ചെയ്തത്. എന്താണ് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഹിന്ദു സഹോദരന്മാർക്ക് പോലും ഇക്കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. BJPയുടെ ദുഷ്ചെയ്തികൾക്കെതിരെ അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തു. ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ പ്രഭാതം വരുന്നുണ്ട്. രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിലൊന്നും വലിയ യുക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ അത് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ബഹുദൂരം അകലെയായിട്ടുള്ള ഒരു സംസാരം മാത്രമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആരെങ്കിലും ഈ സർക്കാരിനെ അഭിനന്ദിച്ചാൽ തന്നെ ഞാൻ അതിനെ കാണുന്നത് ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുന്ന പോലത്തെ ഒരു പരിപാടിയായിട്ടാണ്. ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുക എന്നുള്ളത് നമ്മളെ നാട്ടിലെ ഒരു ഭയങ്കര കോമൺ പ്രയോഗമാണല്ലേ. അതിലൊരു യുക്തിയുമില്ല. ഈ സർക്കാരിനെ അഭിനന്ദിക്കേണ്ടതായ യാതൊരു കാരണങ്ങളുമില്ല. ഈ സർക്കാരിന്റെ പ്രതിലോമകരമായ പല പ്രവൃത്തികളും കാരണം നമ്മുടെ രാജ്യത്തിന് തല കുനിക്കേണ്ടി വരികയാണ്. രാഷ്ട്രപതിയുടെ പ്രസംഗം വിശദമായിട്ട് വിശകലനം ചെയ്യുകയാണെങ്കിൽ അതിൽ എന്താണ് മിസ്സിംഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സർ, അതൊരു തിരനോട്ടമാണ്. ശരിക്കും ഈ മഹത്തായ രാജ്യത്തോടും അതിന്റെ മഹത്തരത്തോടും അവരുണ്ടാക്കിയ കോട്ടത്തിനുള്ള ഒരു തിരനോട്ടം കം മാപ്പപേക്ഷ മോഷനായിരുന്നു രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ പ്രസംഗം. 2024 തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് രാഷ്ട്രീയ രംഗത്ത് ശരിക്കും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? BJPയുടെയും പ്രധാനമന്ത്രിയുടെയും പ്രതിച്ഛായ താഴോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വളരെ ഊർജ്ജസ്വലമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവുകയും അതിന് മുന്നോട്ടുള്ള കുതിപ്പുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചതിലെ ഒരു ചെറിയൊരു ഭാഗം. ബാക്കി മുഴുവൻ ഭാഗം നിങ്ങൾക്ക് സൻസദ് TVയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേജിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിലോ യൂട്യൂബിലോ ഒക്കെ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഞാനൊന്ന് പോയി നോക്കി. അദ്ദേഹം അതിൽ വലുതായിട്ട് ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിൽ വലിയ ഇടപെടലുകൾ നടത്തുന്നില്ല. അതിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കുറ്റവും പറയാനില്ലാത്തൊരു MP ആയിട്ട് E.T. മുഹമ്മദ് ബഷീർ മാറും. രാജ്യസഭയിലേക്ക് ഇത്തവണ മുസ്ലിം ലീഗ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ വിട്ടു. അങ്ങനെ ആദ്യം തന്നെ മുസ്ലിം ലീഗിനോട് ഈ ഒരു തീരുമാനത്തിന് നന്ദി പറയുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അബ്ദുൽ വഹാബ് ഒന്നും അവിടെ പോയിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ആദ്യ പ്രസംഗം എന്ന നിലയിൽ വിലയിരുത്തി നോക്കുമ്പോൾ ഹാരിസ് ബീരാന്റെ പ്രസംഗം സത്യത്തിൽ നല്ലതായിരുന്നു. Attacks on the minority communities post June 2024. There have been instances of casualties in Raipur. There have been instances of casualties in Madhya Pradesh. There have been instances of casualties in UP, in Aligarh, in Lucknow. There has been instances of casualty in Gujarat. Chairman sir, you very well know that the Supreme Court has laid down law. Supreme Court has said that അദ്ദേഹം പറയുന്നു, തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം ജൂൺ മാസത്തിൽ ദലിതുകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെ നിരവധി ആക്രമണങ്ങൾ നടന്നു. ഇവിടെ സ്ഥിതി പരിതാപകരമാണെന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. എല്ലായിടത്തും വിദ്വേഷ പ്രസംഗങ്ങൾ മാത്രമാണ് നമുക്ക് കേൾക്കാനാവുന്നത്. പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ലോകം മുഴുവൻ കേൾക്കും. പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അതിലെ ഫ്രിഞ്ച് എലമെന്റ് ശക്തിപ്പെടുകയാണ് ഫലത്തിൽ ചെയ്യുന്നത്. അത് രാജ്യമൊട്ടാകെ നിരവധി ന്യൂനപക്ഷ സമുദായങ്ങളെ ആക്രമിക്കാനുള്ള ഒരു ആഹ്വാനമായി മാറുന്നു ഫലത്തിൽ. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ജൂൺ മാസത്തിൽ അത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റായ്പൂർ, UP, മധ്യപ്രദേശ്, ലക്നൌ, അലിഗഡ് എന്നിവിടങ്ങളിൽ നിരവധി അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ ഗുജറാത്തിൽ ക്രിക്കറ്റ് കളി കാണുന്നതിനിടെ ഒരു കൗമാരക്കാരനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊന്ന ഒരു സംഭവവും ഉണ്ടായി. കൗമാരക്കാരനാണോ എന്ന് എനിക്ക് സംശയമുണ്ടേ. മുതിർന്ന മനുഷ്യനായിരുന്നു അത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അക്രമങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും ഉണ്ടാകുമ്പോൾ ചെയർമാൻ സാർ, നിങ്ങൾ നന്നായിട്ട് അറിയാം, ഇത്തരം കേസുകളിൽ സ്വമേധയാ കേസെടുക്കാൻ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. പോലീസ് FIR രജിസ്റ്റർ ചെയ്യണം. അതാണ് ആ കേസിലെ ആദ്യ നിയമ നടപടി. പക്ഷേ ഇവിടെ അതൊന്നും നടന്നില്ല. അതിനൊപ്പം പ്രധാനമന്ത്രി ഇത്തരത്തിൽ
സംസാരിക്കുകയാണെങ്കിൽ അത് മനുഷ്യരുടെ മനസ്സിൽ വിദ്വേഷം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇവിടെ പറയാനുള്ളത്, സർക്കാർ അതിന്റെ പൗരന്മാരെ സംരക്ഷിക്കേണ്ടതുണ്ട്, ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്, നിയമ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. കൂടാതെ സുപ്രീം കോടതി വിധികൾ യഥാവിധി നടപ്പാക്കാൻ സർക്കാർ ശ്രദ്ധിക്കണം. പ്രധാനമന്ത്രി ഇത് കേൾക്കുന്നുണ്ടെന്നും അതിന് മറുപടി നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നാണ്. ഇതൊക്കെയാണ് ഒരു പ്രസക്ത ഭാഗം. ഞാൻ ചെറിയൊരു ഭാഗം എടുത്ത് പറഞ്ഞാണ്. ബാക്കി മുഴുവനായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സൺസെറ്റ് ടി വിയിൽ എവിടെയെങ്കിലുമൊക്കെ കാണണം, അദ്ദേഹത്തിന്റെ പേജിലൊക്കെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം പറയുന്നുണ്ട്, രാജ്യത്തെ വസ്തുത പറയുന്നുണ്ട്. ഇനിയും ഒരുപാട് മെച്ചപ്പെടട്ടെ, രാജ്യത്തിന് ഗുണമുണ്ടാകട്ടെ. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളിൽ നല്ല മാറ്റമൊക്കെ വരേണ്ടതുണ്ട്. ഒരു MP-യുടെ പേജും ഇടപെടലുകളുമായി ഇതുവരെ അത് മാറിയിട്ടില്ല, കാലക്രമേണ മാറുമായിരിക്കും. ദേശീയ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തര ഇടപെടലുകൾ നടത്താൻ സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന് കഴിയുകയാണെങ്കിൽ അദ്ദേഹം നല്ല മികച്ച MP ആയി മാറും. ലോക്സഭയിൽ ഗംഭീരമായ പ്രകടനം നടത്തിയ ഒരു MP, ആലപ്പുഴയിലെ MP KC വേണുഗോപാൽ ആയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ഒരു തുടർച്ച പോലെയായിരുന്നു KC വേണുഗോപാലിന്റെ പ്രസംഗവും പോയത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ കൗതുകത്തോടു കൂടി രാഹുൽ ഗാന്ധി തിരിഞ്ഞിരുന്ന് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലെ സാഹോദര്യം എന്ന് പറയുന്നത് നല്ല ശക്തമായ ഒരു സമരായുധമാണ്. അത് ഇവർക്കിടയിലുണ്ട്. സത്യം പറയട്ടെ, മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ ഒരു വലിയ പ്രൊപ്പഗാൻഡ ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധിയെ വഴിതെറ്റിക്കുന്നത് KC വേണുഗോപാലാണെന്ന്. ഞാനും സത്യത്തിൽ ആ പ്രൊപ്പഗാൻഡ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു റൂമർ നാട്ടിൽ പ്രചാരത്തിലാണ്, നിങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനും അതിന്റെ തിരഞ്ഞെടുപ്പിന്റെ ഫലവും രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിന്റെയും ലോക്സഭാ പ്രസംഗങ്ങളും ഇടപെടലുകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, രാഹുൽ ഗാന്ധിയെ നേർവഴിക്ക് നയിക്കുന്നതിൽ KC വേണുഗോപാലിന് വലിയ പങ്കുണ്ടെന്നാണ്. രാഹുൽ ഗാന്ധി സംസാരിച്ച് നിർത്തിയെടുത്ത് നിന്നാണ് KC വേണുഗോപാൽ സംസാരിച്ചു തുടങ്ങുന്നത്. രാഹുൽ പറയാൻ വിട്ടുപോയതൊക്കെ KC വേണുഗോപാൽ പ്രസംഗത്തിൽ പറയുന്നു. KCയുടെ പ്രസംഗം അദ്ദേഹം തന്നെ മലയാളത്തിൽ സബ്ടൈറ്റിൽ ഇട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനാൽ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ ഇംഗ്ലീഷ് പ്രസംഗത്തിനൊപ്പം വായിക്കാം. Already BJP headquarters having a washing machine. They talked about the other scam. And where is the other scam? They talked about the biggest irrigation scam. Where is the person who done this irrigation scam? Washing machine. A washing machine cleaned out all of these people. Despite all these facts, without ED, without a income tax, without anybody, without any media help, we got 237 seat India Alliance. That is the moral victory. Clearly, morally, we have won. Morally, you have lost the election. KC വേണുഗോപാലിന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ ഒരു ദേശീയ നേതാവിന് യോജിക്കുന്ന വിധത്തിൽ തന്നെയാണ്. അദ്ദേഹം കുറെ കാലമായിട്ട് കോൺഗ്രസിന്റെ ദേശീയ പേജുകളും രാഹുൽ ഗാന്ധിയുടെ പേജും ഒക്കെ എല്ലാ ദേശീയ വിഷയങ്ങളും അദ്ദേഹം നിരന്തരം ഇടപെടുന്നുണ്ട്. വളരെ കൃത്യമാണ് ഒരു MP എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ. രാജ്യസഭയിൽ CPI-യുടെ അംഗമായ ബിനോയ് വിശ്വം നല്ല രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് നടത്തിയത്. Why you denied entry for her? Was it because she is a tribal woman? Was it because she is a woman? Was it because she is a widow? Why you denied her that permanent place on these two occasions? അദ്ദേഹം സംസാരിച്ചതിൽ ഒരു ഭാഗം ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഞാൻ ബഹുമാനിക്കുന്നു. എന്നാലും നമ്മുടെ രാജ്യത്ത് 2 സുപ്രധാന പരിപാടികൾ, സംഭവങ്ങൾ നടക്കുമ്പോൾ അവർ എവിടെയായിരുന്നു? ഒന്നാമത്തെ ചടങ്ങ് മെയ് 28-നായിരുന്നു. ഈ പാർലമെന്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനമായിരുന്നു അന്ന്. ആ ദിവസം വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. കാരണം അന്നാണ് VD സവർക്കറിന്റെ ജന്മദിനം. കൊളോണിയൽ മാസ്റ്റേഴ്സിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കത്തുകൾക്ക് മേൽ കത്തുകൾ എഴുതിയ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവർ ആഘോഷിച്ചത്. ഞാനിവിടെ ട്രഷറി ബെഞ്ചിൽ ഇരിക്കുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: എവിടെയായിരുന്നു നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്ന്? അവർക്ക് അവിടെ ഒരു കസേര നിങ്ങൾ നൽകിയിരുന്നോ? അവരെ അവിടെ എവിടെയും നമ്മൾ കണ്ടില്ല. അങ്ങോട്ട് അവരുടെ പ്രവേശനം പോലും തടഞ്ഞിരുന്നു, നിഷേധിക്കപ്പെട്ടിരുന്നു. രണ്ടാമത്തെ പരിപാടി പ്രധാനമന്ത്രി നേരിട്ട് പോയി അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ചടങ്ങാണ്. രാജ്യം മുഴുവൻ ഒരാളെയാണ് തിരഞ്ഞെടുത്തത്, രാജ്യത്തിന്റെ പ്രഥമ വനിതയെ. അവരെ അവിടെ നമ്മൾ കണ്ടില്ല. എന്തുകൊണ്ടാണ് സാർ നമ്മളെ അവിടെ അയോധ്യയുടെ ഉദ്ഘാടനത്തിന് കാണാതിരുന്നത്? ഈ ചോദ്യം രാജ്യത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ BJP സർക്കാരിനോട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് അവിടേക്ക് പ്രവേശനം നിഷേധിച്ചത്? അവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണോ, അതോ സ്ത്രീ ആയതുകൊണ്ടാണോ, അതോ അവർ വിധവയായതുകൊണ്ടാണോ? ഈ 2 ചടങ്ങുകളിലും നിറസാന്നിധ്യമായി മാറേണ്ട ദ്രൗപദി മുർമുവിനെ എന്തുകൊണ്ട് അവിടെ കണ്ടില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മുഴുവൻ പ്രസംഗം നിങ്ങൾ സൺസെറ്റ് TVയിൽ കാണണം. ബിനോയ് വിശ്വത്തിന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ മികച്ചതൊക്കെ തന്നെയാണ്. അദ്ദേഹം ദേശീയ വിഷയത്തിലൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. കുറച്ചുകൂടി രാഷ്ട്രീയം പറയുന്നതും ദേശീയ വിഷയത്തിൽ നേരിട്ടുള്ള ഇടപെടലുകളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ET മുഹമ്മദ് ബഷീറിനെ പറ്റി പറഞ്ഞ പോലെ അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു MP ആയി മാറും. NK പ്രേമചന്ദ്രൻ പതിവ് പോലെ വളരെ നന്നായി തന്നെ സംസാരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കൃത്യമായി യാതൊരു ഇടപെടലുകളും നടത്തുന്നില്ല എന്ന് പറയാം. സോഷ്യൽ മീഡിയ ഇടപെടലുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. Trying to divide the people of the country
socially dividing the country on the basis of the communal lines. Sir, for getting a third straight term, you have communalized the entire political campaign. Sir, the anti-Muslim rhetoric used on the campaign damaged the global reputation of the country. So the political statement of the Honorable Prime Minister of the largest democracy in the world, which was astonishing to all. Sir, he indulged in most vicious form of hate speech, such as calling Muslim or what you say that infiltrates with large families. NK പ്രേമേന്ദ്രൻ സംസാരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന നിലവിലെ സർക്കാർ ജനതാദളും TDPയും ഒക്കെ പിന്താങ്ങുന്ന ഒരു ന്യൂനപക്ഷ സർക്കാരാണ്. ഇത് NDA സർക്കാരല്ല, വേണമെങ്കിൽ ഇതിനെ N2DA സർക്കാർ എന്ന് വിശേഷിപ്പിക്കാം. അതായത് നായിഡു നിതീഷ് ഡിപ്പെൻഡന്റ് അലയൻസ്. ഇതായിരുന്നില്ല 18ാമത് ലോക്സഭയിലെ അവസ്ഥ. ജനങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? അത് പ്രധാനമന്ത്രിക്കും BJPക്കും പൂർണ്ണമായും എതിരായിരുന്നു. ഈ രാജ്യത്തെ ജനങ്ങൾ 400 പാർ എന്ന മുദ്രാവാക്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതാണ് ഈ ഇലക്ഷൻ റിസൾട്ട്. കഴിഞ്ഞ സഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രി അടുത്ത തവണ ഞങ്ങൾ 400 സീറ്റ് കയറി ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കുമെന്ന് സഭയിൽ തന്നെ വന്ന് പരസ്യമായി പറഞ്ഞ കാര്യം നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു. പ്രധാനമന്ത്രിയുടെ 400 സീറ്റുകൾ എന്ന അവകാശവും ആവശ്യവുമാണ് ഇന്ത്യയിലെ ജനങ്ങൾ നിഷ്കരണം തള്ളിക്കളഞ്ഞത്. 2017-18 ലോക്സഭകളിലെ BJPക്ക് ഉണ്ടായിരുന്ന കേവല ഭൂരിപക്ഷം ഇത്തവണ 240 താണു. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? BJP നയിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടമായി എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് BJPക്കും പ്രധാനമന്ത്രിക്കും എതിരെയുള്ള വ്യക്തമായൊരു വിധി നിർണയമായിരുന്നു എന്നതാണ് 2024 തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. എങ്ങനെയാണ് BJPക്ക് ഈ 240 സീറ്റുകൾ കിട്ടിയതെന്ന് ഞാൻ പറയാം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ പ്രചാരണ ക്യാമ്പയിനുകളിൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സാമൂഹിക നീതി, ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും കടന്നാക്രമിക്കൽ തുടങ്ങിയ യഥാർത്ഥ പ്രശ്നങ്ങളെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലും ഭാരത് ജോഡോ ന്യായ് യാത്രയിലും ഉയർത്തി കാണിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ BJPയുടെ പ്രചരണ തന്ത്രം എന്തായിരുന്നു? വർഗീയത കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ സാമൂഹികമായി വിഭജിക്കാൻ വേണ്ടിയാണ് BJP ശ്രമിച്ചത്. മൂന്നാമതൊരു ഭരണം കിട്ടാൻ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെയും നിങ്ങൾ വർഗീയവൽക്കരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഉപയോഗിച്ച മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ ആഗോളതലത്തിൽ തന്നെ രാജ്യത്തിന്റെ അന്തസ് കെടുത്തിക്കളയുന്ന സംഭവമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. വളരെ മോശം രീതിയിലാണ് മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും വലിയ കുടുംബമുള്ളവരും നിരവധി പെറ്റുകൂട്ടുന്നവരെന്നും വിളിച്ച് അധിക്ഷേപിച്ചത്. കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ സ്വത്തും സ്വർണവും മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് വരെ നിങ്ങൾ പറഞ്ഞു കളഞ്ഞു. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തി. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജനങ്ങളോട് പറഞ്ഞു നടന്നത്. അതുകൊണ്ടാണ് പൊതു ചർച്ചകളുടെ അന്തസ് നഷ്ടപ്പെടുത്തി പ്രധാനമന്ത്രി പദത്തിന്റെ പ്രാധാന്യത്തെ തരം താഴ്ത്തിയ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ന് പറഞ്ഞത്. ഇതൊരു ന്യൂനപക്ഷ കൂട്ടുമന്ത്രിസഭയായതിനാൽ ഈ സർക്കാർ 5 വർഷം തികയ്ക്കുമെന്നോ പൂർത്തിയാക്കില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു ED CBI സ്പോൺസേർഡ് സർക്കാരാണ്. ഇതിനു മുമ്പ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആരും സർക്കാർ ഏജൻസികളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സാർ, ഇവരെല്ലാ കാലത്തും അഴിമതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചതെന്ന് നാം കണ്ടതാണ്. മഹാരാഷ്ട്രയിൽ ജനങ്ങളും മുഖ്യമന്ത്രിയും അർഹിക്കുന്ന മറുപടിയാണ് BJPക്ക് നൽകിയിരിക്കുന്നത്. അവസാനമായിട്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, പാർലമെന്റ് സുഗമമായി പ്രവർത്തിക്കാൻ പ്രതിപക്ഷത്തെ അനുവദിക്കണമെന്ന് പറഞ്ഞ് രാഷ്ട്രപതി മുന്നറിയിപ്പ് തന്നതിനെ കുറിച്ചാണ്. പാർലമെന്റിന്റെ പ്രവർത്തനം സുഗമമായി നടക്കണമെന്നാണ് പ്രതിപക്ഷമായ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അതിന് തയ്യാറാണ്. എന്നാൽ ഭരണപക്ഷം ഞങ്ങൾ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കണം. കഴിഞ്ഞ 10 വർഷമായി ഇവിടെ പ്രതിപക്ഷത്തെ വകവയ്ക്കാതെയാണ് പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളെല്ലാം ഈ സഭയിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ ജനങ്ങളിൽ നിന്നും നിങ്ങൾ പാഠം ഉൾക്കൊള്ളണമെന്നും ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഇതൊക്കെയാണ് NK പ്രേമേന്ദ്രൻ MP സംസാരിച്ചതിലെ കുറച്ച് ഭാഗങ്ങൾ. ബാക്കി മുഴുവൻ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ കാണണേ. CPMന്റെ രാജ്യസഭാ അംഗം ഡോക്ടർ V ശിവദാസൻ പ്രസംഗിച്ചു. This government came back to power in the name of God Rama, but they have used the name of God Rama for their corruption, making money. Sir, the believers
including our family, chant the name of God Rama for a better future and salvation. Sir, but this government chants the name of God Rama for making money and hiding their corruption. ഈ സർക്കാർ അധികാരത്തിൽ വന്നത് രാമന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഇവർ അഴിമതിക്കും പണമുണ്ടാക്കാനുമാണ് രാമന്റെ പേര് ഉപയോഗിക്കുന്നത്. യഥാർത്ഥ ഭക്തർ, അതായത് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരടക്കം എല്ലാവരും ശ്രീരാമ ജപം ചെയ്യുന്നത് നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടിയും മോക്ഷം കിട്ടാൻ വേണ്ടിയും ഒക്കെയാണ്. പക്ഷെ BJP എന്തിനു വേണ്ടിയാണ് രാമനാമം ജപിക്കുന്നത്? പണമുണ്ടാക്കാൻ വേണ്ടി, അവരുടെ അഴിമതി മറച്ചു വെക്കാൻ വേണ്ടി. ഇലക്ട്രൽ പ്രചാരണങ്ങൾക്കായി അവർ ഒരുപാട് പണം സമ്പാദിച്ചു ഇലക്ട്രൽ ബോണ്ട് വഴി. രാമക്ഷേത്രത്തിലെ പുരോഹിതർ തന്നെ പറയുന്നു രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർന്നൊലിക്കുകയാണെന്ന്. ക്ഷേത്രത്തിന്റെ നിർമ്മാണ ചെലവ് 1800 കോടി രൂപയാണ്. സംപൂജ്യനായ പ്രധാനമന്ത്രിയാണ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത്. പക്ഷെ സാറിന് അറിയാമോ ഒരു കാര്യം? ഇന്ന് ഇവിടുത്തെ രാംപഥിന്റെ അവസ്ഥ എന്താണ്? അവിടെ മുഴുവൻ കുഴികളാണ്, റോഡിൽ മുഴുവൻ. ഇതിന്റെ നിർമ്മാണ ചെലവ് 1845 കോടിയാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഈ കെട്ടിടങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്തത്. അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷന്റെ റൂഫ് തകർന്നു വീണു. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇവരുടെ അഴിമതിയുടെ ആഴം വളരെയധികമാണ്. സാധാരണ ആളുകൾ പറയുന്നത് ഭഗവാൻ രാമൻ അഴിമതിക്കാർക്ക് നല്ല പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതുകൊണ്ടാണ് BJP ഫൈസാബാദിൽ പരാജയപ്പെട്ടതെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഒരു ചെറിയ ഭാഗം. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വളരെ ആക്റ്റീവാണ്. എങ്കിലും ദേശീയ വിഷയത്തിലുള്ള കുറച്ചുകൂടി കാര്യക്ഷമമായ ഇടപെടലുകളൊക്കെ നടത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും. CPIMന്റെ രാജ്യസഭാംഗം AA റഹീം പ്രസംഗിച്ചു. അദ്ദേഹം തന്നെ അത് മലയാളത്തിൽ സബ്ടൈറ്റിൽ ഇട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പ്രസംഗം കണ്ടുകൊണ്ട് മലയാള സബ്ടൈറ്റിൽ സ്ക്രീനിൽ വായിക്കണേ. Honorable AA Rahim, 5 minutes. Sir, the Narendra Modi government had only one fuel to come to power in 2014 and continue thereafter. It is divisive politics, sir. Sir, in the last 10 years, the problems faced by common people in India are never bothered them. Still, they are not ready to discuss the problems of common man in this country. Sir, once revolutionary Chilean poet Pablo Neruda wrote, quote, and you will ask, why doesn't his poetry speak of dreams and leaves and the great volcanoes of his native land? Come and see the blood in the street. Come and see the blood in the street. Come and see the blood in the street, sir. Come, let's discuss the price hike in this country. Come, let's discuss unemployment in this country. Come on, let's discuss about Dalit and minorities being attacked. Come, let's discuss about the bulldozer Raj. Come, let's discuss about the political and social reality of this country. According to the latest NCRB data, in the last 5 years, 1 lakh people lost their lives in train accidents. Along with the accounts of the dead, I am reminding the listeners of another account. According to the latest official figures, 2.5 lakhs posts are lying vacant in the railways. Sir, also, as of now, 18,999 vacancies of assistant loco pilots are lying vacant. Sir, all train tragedies in the country are the result of the union government's anti-youth policies of not making enough appointment and creating new posts. Sir, in the Honorable President's address, there is no mention of unemployment. Unemployment is mushrooming in the country like cancer. According to the figures given by the Minister Jitendra Singh in Rajya Sabha on 26 July of 2023, there are 9,64,359 vacancies in the ministries, various institutions and agencies of the union government. So the unemployment rate rose to 8.01% in April, according to the data given by the Center for Monitoring Indian Economy. Sir, in the 18th paragraph of the 14th page, the Honorable President mentioned that the government could make the defense sector self-reliant. But sir, this government weakened the defense force by introducing Agnipath. Contractualization of the army reduced its efficiency. The government had cheated lakhs of youth who wished to join the army and serve the country. Even the JDU, which is the backbone of this minority government, has the same opinion. The union government should put aside the narrow politics and withdraw the Agnipath scheme immediately. Sir, the president used the name of Gandhiji
only once in her speech. The 16th paragraph of page number 14 of the President's speech says, quote, "For the first time, toilets were built for crores of poor people in the country. These efforts give us the confidence that today the nation is following the ideals of Mahatma Gandhi in the true spirit." Sir, since 2014, the Narendra Modi government has been trying to rebrand Mahatma Gandhi as just an ambassador of the Swachh Bharat. Yes, sir, Mahatma proposed hygiene and wellness, but ultimately, Mahatma Gandhi is an ambassador of Indian secularism and ambassador of Indian pluralism. The true spirit of Gandhi is secularism, sir, not the toilet, sir. Sir, Ishwar Allah Tere Naam was his mantra. Gandhi lived and was martyred for secular India. On the one side, Narendra Modi government built toilets in the name of Gandhi, and on the other side, you bulldoze over Gandhi's dream of secular India. Sir, even after the election result, the Sangh Parivar has unleashed several acts of violence against minorities in the country. Is the true spirit of Mahatma Gandhi's? Sir, Ishwar Allah Tere Naam is the Gandhi's mantra, but Kashi Mathurai Baki Hai is your mantra. Sir, once again I would like to repeat, Ishwar Allah Tere Naam was Gandhi's mantra, but Kashi Mathurai Baki Hai is your mantra. Communalism and hate politics is the only one fuel of this government, and the policy is divide and rule. Sir, in short, the present address is extremely disappointing for me and my party. Because, concluding, sir, because the speech has no connection with the social and political reality of the country. സോഷ്യൽ മീഡിയയിലെ റഹീം വളരെ ആക്റ്റീവാണ്. എങ്കിലും ഒരു ദേശീയ നേതാവിന്റേതായ കാര്യക്ഷമമായ ഇടപെടലുകൾ അദ്ദേഹം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. CPIയുടെ അടുത്ത രാജ്യസഭാ അംഗം P. സന്തോഷ് കുമാർ സംസാരിച്ചു. മോദി സർക്കാർ ഉടനെ താഴെ വീഴുമെന്നും അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു. The fact is that the people of this country resoundingly rejected the politics of BJP, the politics of hatred, the politics of divisionism, the politics of cronyism. രാജ്യത്തെ ജനങ്ങൾ വെറുപ്പ്, വിഭാഗീയത, ചങ്ങാത്ത മുതലാളിത്തം എന്നിങ്ങനെയുള്ള BJPയുടെ രാഷ്ട്രീയത്തെ ശക്തമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. അതാണ് വാസ്തവം. തീർച്ചയായും എങ്ങനെയൊക്കെയോ അവർ വിജയിച്ചു കയറിയിട്ടുണ്ട്. ഞാൻ കരുതുന്നത് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പ് വരെ ഈ സർക്കാർ നിലനിന്നേക്കാം എന്നാണ്. എന്നും 56 ഇഞ്ച് നെഞ്ചു വിരിച്ചു നടന്നിരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ JDU, TDP എന്ന രാഷ്ട്രീയ ഊന്നുവടിയുമായിട്ടാണ് നടക്കുന്നത്. ഈ പാർട്ടികളുടെ എല്ലാം ചരിത്രം നിങ്ങൾക്കറിയാവുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാർ അധിക കാലമൊന്നും നിലനിൽക്കാനേ പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ ജനങ്ങൾ BJPയെ തള്ളിക്കളഞ്ഞത്? അവരുടെ ധാർഷ്ട്യത്തിന്റെ വ്യാപ്തി നമുക്കെല്ലാം അറിവുള്ളതാണ്. ജൂൺ 24 യൂണിയൻ ക്യാബിനറ്റ് ഒരു അസാധാരണ യോഗം ചേരുകയുണ്ടായി. അതിൽ അവർ മില്ലേനിയം ക്യാബിനറ്റ് എന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ചത്. അന്ന് അവരൊരു പ്രമേയം പാസാക്കി. അതിൽ പറയുന്നത് ഈ രാജ്യത്തിന്റെ ആത്മാവിന് സ്വാതന്ത്ര്യം നൽകിയത് നരേന്ദ്രമോദി ആണെന്നാണ്. ഇത് തന്നെ സൂചിപ്പിക്കുന്നത് അവരുടെ ധാർഷ്ട്യമാണ്. അവർ യാഥാർത്ഥ്യത്തിൽ നിന്ന് എത്രമാത്രം അകലെയാണെന്ന് നോക്കൂ. ഒരു സാധാരണ മനുഷ്യനെ, അതും പ്രധാനമന്ത്രിയെ, ഈ രാജ്യത്തിന്റെ ആത്മാവിന്റെ ലിബറേറ്റർ എന്നൊക്കെ അവർക്ക് എങ്ങനെയാണ് വിശേഷിപ്പിക്കാനാവുന്നത്? അവരെന്താണ് ഇത്തരത്തിൽ പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? അവർക്ക് ഈ രാജ്യത്തിന്റെ ആത്മാവ് തന്നെ എന്താണെന്ന് അറിയില്ല. ഇതൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചതിൽ ഒരു ചെറിയ ഭാഗം. മുഴുവൻ പ്രസംഗം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സൺസെറ്റ് TV നോക്കണം. അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാറിന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ നോക്കി. അദ്ദേഹം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. ദേശീയ വിഷയങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഇടപെടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ജോസ് കെ മാണി സംസാരിച്ചു. കർഷകർക്കെതിരായ കേന്ദ്ര നയത്തെക്കുറിച്ച്, മലയോര മേഖലയിലെ വന്യജീവി ആക്രമണത്തെക്കുറിച്ച് കുറച്ച് അത്യാവശ്യം രാഷ്ട്രീയവും പറഞ്ഞു. Ongoing, the net issue has cast a shadow on their ambition. We know out of the population, the majority are about 60% are youth. That is our strength. But the aspirations are being tarnished, tampered, destroyed, and literally killed. So, just like what we witnessed during the Manipur issue, the Prime Minister's silence on this matter is unacceptable. We demand an immediate action. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഞാൻ നോക്കി. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം ബോധവാനേ അല്ല. ലോക്കലായി അദ്ദേഹം കോട്ടയത്ത് നടക്കുന്ന കാര്യങ്ങളും പള്ളിയും അച്ഛന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഒരു MP എന്ന നിലയിൽ
മലയാളികൾക്കോ രാജ്യത്തിനോ വലിയ ഗുണമൊക്കെ കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളൊക്കെ വളരെയധികം മാറേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പാർലമെന്റിൽ രാഷ്ട്രീയം പറയേണ്ടിയിരിക്കുന്നു എന്നാണ് എന്റെ ഒരു തോന്നൽ. കെ ഫ്രാൻസിസ് ജോർജ് MP സംസാരിച്ചു. റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. കടുത്ത രാഷ്ട്രീയമൊന്നും അദ്ദേഹം പറഞ്ഞില്ല. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു സംസ്ഥാന നേതാവിനെ പോലെയാണ് ഇടപെടുന്നത്. ഒരു ദേശീയ വിഷയങ്ങളിൽ അദ്ദേഹം കൂടുതലായി ഇടപെടേണ്ടതുണ്ട്. India is the only country where you can't touch the wild animal, even if it attacks and kill you, if it destroys your crop. The world over, there are rules prohibiting this. See, sir, there is well-known scientific studies saying that in a particular forest area there is this thing called carrying capacity. അപ്പൊ ഇതൊക്കെയാണ് ഞാനൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ കണ്ട ഇടപെടലുകൾ. ഞാൻ ആരെങ്കിലും പറഞ്ഞപ്പോൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെന്നാണ് തോന്നുന്നത്. ഹൈബി ഈഡനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ ഇരിക്കടാ അവിടെ എന്ന് പറയുന്ന ഒരു ഇടപെടലൊക്കെ നടത്തിയിരുന്നു. അതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ വീഡിയോ. അതുകൂടാതെ സഭയിൽ പ്രതിപക്ഷം മോശമായി പെരുമാറുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി BJP പ്രതിപക്ഷ ബഹളത്തിന്റെ ഒരു വീഡിയോ ലീക്ക് ചെയ്ത് വിട്ടിരുന്നു. അവർ വിചാരിച്ച പ്രതിപക്ഷത്തെ അപമാനിക്കാമെന്നാണ്. എന്നാൽ നമ്മുടെ പ്രതിപക്ഷം ഇത്ര കരുത്തോടെ നരേന്ദ്രമോദിയെ എതിർക്കുന്നത് കാണാൻ തന്നെ എന്തൊരു സുഖമാണ്, എന്തൊരു രസമാണ്. ആ വീഡിയോ കണ്ടുകൊണ്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ നമുക്ക് ഇതുപോലെ നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കാം. നാളെയും വീഡിയോ കാണാൻ വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. ജയ് സംവിധാൻ. എനിക്ക് ഈ ഇത് നിങ്ങളെ കാണിച്ചിട്ട് മതിയായില്ല. എന്ത് ഭംഗിയാന്ന് കണ്ടോ.